ഇപ്പം അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു പഠനമാണ് മരിച്ചവരുടെ എല്ലാം കത്തിച്ചു കളയണം. മരിച്ചവര് ഉപയോഗിച്ച വസ്തുക്കള്, കട്ടില്, അത് ഇതൊക്കെ. സ്വർണം കത്തിക്കാൻ പറയില്ല കേട്ടാ, അതെനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ ഒരു ചേച്ചി വന്ന് ചോദിച്ചു, അച്ഛാ യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ, ഒരച്ഛൻ പറയണ്ടല്ലോ മരിച്ചവരുടെ എല്ലാ വസ്തുക്കളും കട്ടിലും. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇവിടെ കുന്നംകുളം ആശ്രമം ഞാൻ കിടക്കുന്ന കട്ടില്, പോളാലപ്പട്ടച്ഛൻ, അതിന് മുമ്പ് വേറെ അച്ഛന്മാര് 3 അച്ഛന്മാര് കിടന്ന കട്ടിലുമേ ഞാൻ കിടക്കണേ. വല്ല ബാധ കയറാൻ സാധ്യതയുണ്ട്. ഈ ആശ്രമം മുഴുവൻ കത്തിച്ചേണ്ടി വരും. നിങ്ങളുടെ വീട്ടിൽ ഒരു അപ്പനും അമ്മയോ ഉള്ളോ? ഇവിടെ എത്ര വയസ്സച്ഛന്മാരെന്നറിയോ? 2-3 കൊല്ലം കഴിയും മരിക്കണേ. അത് കത്തിച്ച് കളഞ്ഞപ്പോഴാണ് വീട്ടിലെ അനുഗ്രഹ അഭിഷേകം ഉണ്ടായത്. ഓക്കെ, ഞാൻ ആ പഠനത്തോട് യോജിക്കുന്നു, ആ വാക്യം. ഓക്കെ, അപ്പൊ എനിക്കൊരു സംശയം, എന്റെ സംശയട്ടാ, സംശയ, നിങ്ങക്ക് സംശയം തോന്നില്ല, എനിക്കറിയാം. പോട്ടെ. അപ്പൊ ഈ മരിച്ചു കഴിഞ്ഞിട്ട് വികാരിച്ചോ അല്ലെങ്കിൽ കൊച്ചനോ ആരെങ്കിലും വന്നിട്ട് വീട്ടിൽ എന്ത് നടത്തും? അതെന്തിനപ്പോ? അത് പിന്നെ എന്തിനാ? എനിക്ക് തോന്നുന്നു ഓർത്തഡോക്സ് സഭയിലുണ്ട് ഇല്ലേ? എല്ലാ സഭകളിലും ഉണ്ട് ആ പ്രാർത്ഥന. മറ്റേ മരിച്ച് കൂടി പ്രാർത്ഥിക്കാത്ത ഓർത്തഡോക്സ് യാക്കോബായ സഭയിലും മറ്റെല്ലാ സഭകളും കാണാറുണ്ട്. അച്ഛൻ വികാരിച്ചൻ വന്ന് വീട്ടിൽ വന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അവിടെ വീട് വന്ന് വെഞ്ചിരിച്ച് വീട്ടിലേക്ക് തെളിച്ച് എല്ലാം അതിനു വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നടത്തണേ. അത് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പഠനമാണ്. അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരച്ഛനും സ്വഭാവത്തിൽ ഒരു ബോധ്യം വന്ന്, അല്ലെങ്കിൽ സിസ്റ്റർക്ക് ഒരു ബോധ്യം വന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മൾ സഭയുടെ പഠനം കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ മേരേച്ചി വീട്ടില് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മേരേച്ചി എന്ത് ചെയ്യുന്നറിയോ? അത് എടുത്തിട്ട് തിരിശേഷിപ്പായിട്ട് അതിന് മുഖ്യം കൊണ്ട് കൊടുക്കുക. അത് ശരിയില്ല. എൻ്റെ അപ്പൻ്റെ ഷർട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സാരിയാണ്, അതിങ്ങനെ പൂജ്യമായിട്ട് വണങ്ങി വെക്കില്ലേ, അത് ശരിയില്ല. നമുക്ക് എടുത്തു വെക്കാം, പക്ഷെ അതിനെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് അങ്ങനെ എടുത്തു വെക്കണത് നിങ്ങൾ എടുത്തു കളയണം. ചിലർ അപ്പൻ ചെല്ലിയ കൊന്ത, അത് തടസ്സമൊന്നുമില്ല, പക്ഷെ അതിനെ പൂജിച്ച് വണങ്ങരുത്, കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഈ കൃത്യമായിട്ട് സഭയുടെ പഠനങ്ങള് സഭയോട് ചേർന്ന് ഇപ്പൊ വിശുദ്ധ മാത്രമല്ല, അതിനപ്പുറത്ത് കത്തോലിക്ക സഭയുടെ മതബോധ കേന്ദ്രമുണ്ട്, 2ാം വാർത്തിക കൗൺസിലുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പാലിച്ചു പോകുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട്, അതാണ് ഇവിടെ പറഞ്ഞത്, മോശയും പ്രവാചകന്മാർ അവിടെയുണ്ട്, ഇപ്പോൾ സഭയുണ്ട്, സഭയുടെ പഠനം എന്താണ് അത് മനസ്സിലാക്കിയിരിക്കുക. അതിനപ്പുറത്ത് അതിനേക്കാൾ ശ്രേഷ്ഠമല്ല ഒരാൾ വന്നിട്ട് ഒരു അത്ഭുത അടയാളം കാണിക്കുമ്പോ അതിന്റെ പുറകെല്ല പോണ്ടേ, സഭ എന്ത് പറയുന്നു അതാണ് നമ്മൾ കേൾക്കേണ്ടത്.